ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് എഗ് ഫ്രൈ ആണ്. നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കുന്നത് പോലെ കഴിക്കുക. അതല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് ഫ്രൈ ആണ്. ഇത് റെഡിയാക്കാനായിട്ട് നമ്മൾ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തെ തോടൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ മുട്ട സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്ത് 2 പീസ് വീതമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്കിതിലേക്ക് ഇത് നനയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു തിക്കായിട്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആ മുട്ടയുടെ ഉണ്ണി പോകാതെ നമ്മളിതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മസാല പുരട്ടുക. മസാല പുരട്ടുമ്പോൾ നമ്മൾ മുട്ട എടുത്ത് ഇതുപോലെ പിടിച്ചിട്ട് ഒന്നേ കൈവച്ചോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അതിൻ്റെ പുറത്തും ബാക്കിലും നമുക്കിതുപോലെ മസാല പുരട്ടിയെടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഓരോന്നായിട്ട് ഫുള്ള് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ട വെച്ച് കൊടുക്കുമ്പോൾ ആ കട്ട് ചെയ്തിരിക്കുന്ന പോർഷനാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അവിടെയാണ് നന്നായിട്ട് മസാലയുള്ളത്. അതാണ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടേണ്ടത്. എന്നിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം. ഈ മുട്ടയുടെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ മുട്ട കട്ട് ചെയ്തത് നൈഫ് വെച്ചിട്ടല്ല, നമ്മൾ ത്രെഡ് വെച്ചിട്ടാണ്, നമ്മുടെ നൂല് വെച്ചിട്ട് ജസ്റ്റ് മുട്ടയുടെ മുകളിലേക്ക് നൂല് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്താൽ മതി. കറക്റ്റ് ഇതേപോലെ നമുക്ക് ഇത് 2 പീസായിട്ട് കിട്ടും. കാരണം നമ്മൾ നൈഫൊക്കെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ മുട്ടയുടെ ആ യെല്ലോ പോർഷൻ നമ്മുടെ നൈഫിൽ ഒട്ടിപ്പിടിച്ച് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ടതിന് ശേഷമാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തത്. ജസ്റ്റ് ഇനി അതിൻ്റെ പുറകു വശം അധികം ഫ്രൈ ആവാനൊന്നുമില്ല. ജസ്റ്റ് മസാല ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്